ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു മധുരം, അതിനിടയ്ക്ക് ഒരു മധുരം കൂടെ ആവട്ടെ എന്ന് കരുതി. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ, അപ്പം കുട്ടികൾക്ക് എപ്പോഴും വിശപ്പും ഒക്കെ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന റേഷനരി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി എടുക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് വെള്ളത്തിൽ നമ്മളിട്ട് കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുക്കുക, എന്നിട്ട് അത് അപ്പം തന്നെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയോ ഫാൻ്റെ കീഴിൽ വെച്ചിട്ട് ഉണക്കിയോ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി റേഷനരി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ അരി ഉണ്ട ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ റേഷനരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി കൂടുതൽ തേങ്ങ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ, ഇച്ചിരി കൂടിയിരുന്നാലും. അതുപോലെ തന്നെ ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം അരിക്കകത്തോട്ട് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, നല്ല ജീരകം. പിന്നെ ഒരു 4-5 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഈ അരിയും ജീരകവും ഏലക്കയും കൂടെ നമുക്കിനി വറുത്തെടുക്കണം. അപ്പം നമുക്കിനി വറക്കാം. ഈ തവ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടാന് ശേഷം നമുക്കിനി അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് വറക്കാം. അപ്പം തീ ഒന്ന് കൂട്ടിയും കുറച്ചും വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തീ കൂട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ കുറച്ച് നമുക്കിന് പെയ്യെ വറുത്തെടുക്കാം. ഇച്ചിരി സമയം എടുക്കും അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ അരി ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രൗൺ കളറായി വരുന്നു. കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവണം. കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം അരി ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ബദാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഈന്തപ്പഴം. ഇത് പിന്നെ ഇട്ടാൽ മതി. ഈന്തപ്പഴം ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ഞാൻ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതിടുമ്പോൾ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അതുകൊണ്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് എല്ലാം നമുക്ക് ഒന്ന് അരിയോടൊപ്പം ഇട്ട് ചൂടാക്കി പൊടിക്കാം. അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ അപ്പോഴത്തേക്ക്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊരു ഉണ്ട ഒന്ന് കഴിച്ചാൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. പിന്നെ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ശർക്കര, ഇതെല്ലാം നമുക്ക് പിന്നാണ് പരിപാടി. ആദ്യം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മളെല്ലാം നന്നായിട്ട് പൊടിച്ചു വെച്ചു. ഇനി അതേലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ആവശ്യത്തിന് ശർക്കര ഇടാം. നന്നായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടും കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മിക്സിക്കകത്ത് ഒന്നും കൂടെ അടിക്കണം. നമുക്ക് ഒന്നുകൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സിക്കകത്ത് ഒന്നുകൂടെ പൊടിച്ചു കൊണ്ടുവരാം. ഇത് കൈ കൊണ്ട് നന്നായി ഞെവിടെ ചേർക്കുമ്പം തന്നെ നമുക്കൊന്ന് നോക്കാം മധുരം ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ നോക്കിയിട്ട് സ്വല്പം കുറവുണ്ട്. അപ്പം ബാക്കിയിരിക്കുന്ന ശർക്കരയും കൂടെ അതിനകത്തോട്ട് ഞാനങ്ങ് ഇടുകയാണ്. ബാക്കിയിരിക്കുന്ന തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ടു. ഇനി മിക്സിക്കകത്ത് ഒന്നുകൂടെ അടിച്ചിട്ട് വേണം. അപ്പോഴത്തെ നല്ല ജ്യൂസി ആവും. അപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഓക്കെ,
ഉണ്ട്. ഇതേപോലെ നമുക്കിനി ജാറിനകത്തിട്ടിട്ട് എല്ലാം പൊടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വീണ്ടും നമ്മൾ പൊടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഈന്തപ്പഴവും കുറച്ച് നമ്മുടെ കൈക്കൊള്ളുന്നതായ പൊടിയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി അരി ഉണ്ടാക്കുന്ന മാതിരി ഉരുട്ടി ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ഈന്തപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മുറുക്കി ഉരുട്ടി നമുക്ക് വയ്ക്കാം. ഓക്കെ, അരിയുണ്ട ഇങ്ങനെ റെഡിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടി വയ്ക്കാം. ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാഷ്നട്ടും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്കത് കാണുമ്പോൾ ഒരു ആകർഷണം കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം നമുക്കിതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അരിയുണ്ട എല്ലാം റെഡിയായി കഴിഞ്ഞു. കാണാൻ തന്നെ സൂപ്പറല്ലേ, കഴിക്കാനും അതേപോലെ സൂപ്പറാണ് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങളങ്ങോട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം നന്നായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ചൂട് കാലത്ത് കടയിലൊക്കെ പോയിട്ട് പ്രിസർവേറ്റീവ്സൊക്കെ ചെയ്യുന്നതായ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താലുണ്ടല്ലോ അവരുടെ ആരോഗ്യമൊക്കെ പോകുമല്ലോ. അപ്പം നല്ല റിച്ചായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം കഴിച്ചാലും മതിയാവത്തില്ല, നല്ല തേനൂറുന്ന മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നിങ്ങൾ കൊച്ചുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന ഈ അരിയുണ്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ അരിയുണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ദിവസവും ഇങ്ങനെ മാറി കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ വീട്ടിലുള്ളതായ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കൊടുക്കാനായിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പം ഇതിനകത്ത് ചേർത്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ഈ എന്താണ് കാഷ്നട്ടും ബദാമും ഒക്കെ ചേർത്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ രുചികരമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.